ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 1823 കോടി രൂപ പിഴ ഈടാക്കുന്നതിന് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലും അതിലെ പാകിസ്ഥാൻ ജീവനക്കാരെയും മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന. ഹമാസുമായി വെടിനിർത്തൽ ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിന്റെ അനുമതി. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂർ, ശാസ്ത്രജ്ഞൻ MS സ്വാമിനാഥൻ എന്നിവർക്കാണ് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന സമ്മാനിക്കുന്നത്. മുൻ ഉപപ്രധാനമന്ത്രിയും BJP നേതാവുമായ LK അദ്വാനിക്കും ഭാരതരത്നം സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഇതിനുശേഷം അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കും. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ്. തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കും. ബീഹാറിൽ അടുത്ത മാസം 2-നാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 89 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള രണ്ടാംഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 5 സ്ഥാനാർത്ഥികളുടെ പട്ടിക കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കി. രാജസ്ഥാനിലെ ദിൽവാരയിൽ നിന്ന് CP ജോഷിയും രാജ്സമന്ദിൽ നിന്ന് ദാമോദർ ഗുജാറും മത്സരിക്കും. ആന്ധ്രാപ്രദേശിൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള തെലുങ്കുദേശം പാർട്ടിയുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 9 നിയമസഭാ സീറ്റുകളിലേക്കും 4 ലോക്സഭാ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. നേരത്തെ 13 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ കക്ഷികളും പ്രചാരണം സജീവമാക്കി. വിദേശകാര്യമന്ത്രി S ജയശങ്കറും യുക്രൈനിയൻ വിദേശകാര്യ സഹമന്ത്രി ദിമിത്രോ കുലേബയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ ചർച്ച നടന്നു. ദിമിത്രോ കുലേബയുടെ സന്ദർശനം യുക്രൈനിലെ സ്ഥിതിഗതികൾ മനസ്സിലാക്കാൻ അവസരം ഒരുക്കിയെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങൾ. വ്യാപാരം, സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതികം, വ്യാവസായിക സാംസ്കാരിക സഹകരണം തുടങ്ങി ഇന്ത്യ യുക്രൈൻ അന്തർ സർക്കാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരുമന്ത്രിമാരും പ്രത്യേകം ചർച്ച നടത്തി. 7ാമത് അന്തർ സർക്കാർ കമ്മിറ്റി യോഗം ഈ വർഷ അവസാനത്തോടെ നടത്താനും കൂടിക്കാഴ്ചയിൽ തീരുമാനിച്ചു. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി അഭിപ്രായം രേഖപ്പെടുത്തിയതായും ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയെ അദ്ദേഹം പ്രശംസിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി യുക്രൈൻ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ചയാണ് ഇന്ത്യയിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 1823 കോടി രൂപ പിഴ ഈടാക്കുന്നതിന് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചു. നിരവധി വർഷങ്ങളിലെ കുടിശ്ശികയാണ് ഇതെന്ന് ആദായ നികുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. എന്നാൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയെ ദ്രോഹിക്കാൻ ആദായ നികുതി വകുപ്പിനെ ആയുധമാക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. പാർട്ടി അക്കൌണ്ടിൽ നിന്ന് ഇതിനകം 135 കോടി രൂപ ആദായ നികുതി വകുപ്പ് ഈടാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ കോൺഗ്രസ് നികുതി വിഷയത്തിൽ നടപടികൾ പാലിച്ചിട്ടില്ലെന്ന് BJP വക്താവ് സയ്യദ് സഫർ ഇസ്ലാം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെയും അതിലെ 23 പാകിസ്ഥാൻ ജീവനക്കാരെയും ഇന്ത്യൻ നാവികസേന മോചിപ്പിച്ചു. സമുദ്ര സുരക്ഷയ്ക്കായി അറബിക്കടലിൽ വിന്യസിച്ച INS സുമേധ, INS ത്രിശൂൽ എന്നീ പടക്കപ്പലുകളാണ് ദൌത്യത്തിൽ ഏർപ്പെട്ടത്. ഇറാനിൽ നിന്നുള്ള അൽ ഖംബർ 786 എന്ന മീൻപിടുത്ത കപ്പൽ കടൽക്കൊള്ളക്കാർ പിടിച്ചെടുത്തെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ നാവികസേന ദൌത്യത്തിനായി പുറപ്പെടുകയായിരുന്നു. അറബിക്കടലിൽ നിരീക്ഷണം നടത്തുകയായിരുന്ന നാവികസേന കപ്പലുകളാണ് ദൌത്യത്തിൽ ഏർപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndia Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ശക്തമായ ജുഡീഷ്യൽ സംവിധാനമുള്ള ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യയെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഒരു ഗ്രൂപ്പിനും വ്യക്തിക്കും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമനിർവഹണത്തിൽ ആരിൽ നിന്നും രാജ്യത്തിന് പഠിക്കേണ്ടതില്ല. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ 70ാമത് സ്ഥാപക ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ്. സ്വതന്ത്രവും ജനാഭിമുഖ്യമുള്ളതുമായ നിയമമാണ് രാജ്യത്തേതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. മതിയായ പരിശീലനം നൽകിയ ശേഷമേ ആൾക്കാർക്ക് AI സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി എന്നിവ നൽകാവൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നല്ല കാര്യങ്ങളായാലും അത് മതിയായ പരിശീലനമില്ലാതെ നൽകിയാൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സുമായി സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഡീപ് ഫേക്കിന്റെ അപകട സാധ്യതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ സാങ്കേതികവിദ്യാ മുന്നേറ്റത്തെ ബിൽ ഗേറ്റ്സ് അഭിനന്ദിച്ചു. ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യം ആവശ്യമാണെന്നും സർക്കാർ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇത് എത്തിക്കുന്നുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. അസമിൽ 4 ജില്ലകളിൽ സായുധ സേന പ്രത്യേക അധികാര നിയമം ഏപ്രിൽ 1 മുതൽ 6 മാസത്തേക്ക് നീട്ടി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. തിൻസുകിയ, ദിബ്രുഗഡ്, ചരേദിയോ, ശിവസാഗർ ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ഇത് ബാധകമാവുകയെന്ന് ആഭ്യന്തര രാഷ്ട്രീയ വകുപ്പ് അറിയിച്ചു. ഈ വർഷം ജനുവരി 5-ന് പശ്ചിമബംഗാളിലെ സന്ദേശ് ഗലിയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 13 പേർക്ക് CBI നോട്ടീസ് അയച്ചു. തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാനെ കേസിൽ നേരത്തെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര നടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു. 48 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈ കൊട്ടിവാകത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാര ചടങ്ങുകൾ ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കും. 1975 ജനിച്ച ഡാനിയൽ ബാലാജി നിരവധി തമിഴ് ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. മലയാളം, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. രാജ്യമാകെ അയിത്തോച്ചാടന സമരങ്ങൾക്ക് മാർഗദീപം കൊളുത്തിയ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചിട്ട് ഇന്ന് 100 വർഷം തികയുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തെ പൊതുവഴിയിലൂടെ എല്ലാ മനുഷ്യർക്കും സഞ്ചരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സത്യാഗ്രഹം 603 ദിവസമാണ് നീണ്ടത്. 1924 മാർച്ച് 30-നാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. കിഴക്കേ നട ഒഴിച്ചുള്ള എല്ലാ റോഡുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത് 1925 നവംബർ 23-നാണ് സമരം അവസാനിച്ചത്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്നു മുതൽ ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അരുണാചൽ പ്രദേശ്, മേഘാലയ, അസം സംസ്ഥാനങ്ങളിലാണ് മഴ മുന്നറിയിപ്പ്. ജമ്മു കശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, മുസഫറാബാദ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ഹമാസുമായി വെടിനിർത്തൽ ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അനുമതി നൽകി. വരും ദിവസങ്ങളിൽ ഖത്തറിലും ഈജിപ്തിലും നടക്കുന്ന വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ഇസ്രായേൽ പ്രതിനിധികളെ അധികാരപ്പെടുത്തിയതായും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിലെ സൈനിക ആക്രമണം താൽക്കാലികമായി നിർത്തും. യുദ്ധം 6 മാസത്തോടടുക്കുമ്പോൾ വെടിനിർത്തൽ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ അമേരിക്കയും ഖത്തറും ഈജിപ്തും ശ്രമിച്ചുവരികയാണ്. ആഴ്ചകൾക്കുള്ളിൽ ഗാസയെ പട്ടിണി ബാധിക്കുമെന്ന മുന്നറിയിപ്പിനിടെ ക്ഷാമം ഒഴിവാക്കാൻ ഗാസയിലേക്ക് തടസ്സമില്ലാത്ത സഹായം എത്തിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിട്ടു. സിറിയയിലെ അലപ്പോ പ്രവിശ്യയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 36 സിറിയൻ സൈനികർ ഉൾപ്പെടെ 40 പേർ കൊല്ലപ്പെട്ടു. 24 മണിക്കൂറിനിടെ രണ്ടാമത്തെ ആക്രമണമാണിത്. സെനഗൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥി ബാസിറോ ഡിയോമയെ ഫേയുടെ വിജയം ഭരണഘടനാ സമിതി സ്ഥിരീകരിച്ചു. മാർച്ച് 24 നടന്ന തെരഞ്ഞെടുപ്പിൽ 54.28% വോട്ടുകളാണ് ഡിയോമയെ ഫേ നേടിയത്. IPLൽ ഇന്നലെ ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ആദ്യം ബാറ്റ് ചെയ്ത ബാംഗ്ലൂർ 6 വിക്കറ്റ് നഷ്ടത്തിൽ 182 റൺസാണ് നേടിയത്. സ്പെയിനിലെ മാഡ്രിഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ N സിക്കി റെഡ്ഡി, B സുമീസ് റെഡ്ഡി സഖ്യം മിക്സഡ് ഡബിൾസിൽ സെമിയിൽ കടന്നു. ഇന്തോനേഷ്യ സഖ്യത്തെയാണ് അവർ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന ഇന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. 1823 കോടി രൂപ പിഴ ഈടാക്കുന്നതിന് കോൺഗ്രസിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. കടൽ കൊള്ളക്കാരിൽ നിന്ന് ഇറാനിയൻ മത്സ്യബന്ധന കപ്പലിനെയും അതിലെ ജീവനക്കാരെയും മോചിപ്പിച്ച് ഇന്ത്യൻ നാവികസേന. ഹമാസുമായി വെടിനിർത്തൽ ചർച്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അനുമതി. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.